അത് പറയാനായിട്ട്. എന്തിനാണ് അത് അറിയേണ്ട ആവശ്യം എന്താ ഉള്ളത്? ഇത് എപ്പോഴും നിങ്ങൾക്കുള്ള ഒരാളുടെ റിവ്യൂ ചെയ്യാൻ താല്പര്യമില്ല. സർജറിയുടെ കാര്യം കുറച്ച് മുന്നേ പറഞ്ഞത് അതുമായിട്ട് കണക്ട് ചെയ്താണ് ഞാൻ ചോദിച്ചത്. സർജറി എന്റെ പൊന്നെ അപ്പൊ എനിക്ക് വേണ്ട താല്പര്യം, എനിക്ക് ഇങ്ങനത്തെ ഇന്റർവ്യൂവിന് ചെയ്യാൻ താല്പര്യമില്ല. വേറെ ആൾക്കാരുണ്ടെങ്കിൽ വിളിക്കുക. ഇത് വെറുതെ വിളിച്ചു വരുത്തിയിട്ട് ക്യാമറ ഓഫ് ചെയ്യുക. എന്തിനാ ക്യാമറ എടുത്തിരിക്കുന്നത്? ഈ സ്ത്രീത്വത്തെ ഒരുപാട് ഇഷ്ടപ്പെട്ട് സ്ത്രീത്വത്തിലോട്ട് കടന്ന താങ്കൾ എന്തിനാണ് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ഇടയ്ക്ക് ചെയ്തത്? ഗർഭം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇമിറ്റേറ്റ് ചെയ്തു, അല്ലാന്നുണ്ടെങ്കിൽ അത് ഫേക്ക് ചെയ്ത് ആൾക്കാരെ കബളിപ്പിച്ച് എന്തിനായിരുന്നു? ഞാൻ ഒരാളെയും കബളിപ്പിച്ചിട്ടില്ല. ഈ സ്ത്രീത്വത്തെ ഞാൻ ചോദ്യം ചെയ്തു, അല്ലെങ്കിൽ സ്ത്രീത്വത്തെ ഞാൻ ഈ മോശമാക്കി പറയുമ്പോൾ എന്നുള്ളത് ഈ സ്ത്രീകൾ ഒറിജിനൽ സ്ത്രീത്വത്തെ മോശമാക്കുന്നുണ്ട്. അത് ചോദ്യം ചെയ്യുന്ന ആൾക്കാരില്ലല്ലോ ഇവിടെ. അത് എന്തുകൊണ്ട് വരുന്നില്ല? ജാസ്തി ചെയ്യുമ്പോൾ മാത്രമാണോ സ്ത്രീത്വത്തെ ചോദ്യം ചെയ്യുന്നത്? സ്വന്തം മക്കളെ ഒഴിവാക്കി പോകുന്ന അവന്മാരില്ലേ, കൊല്ലുന്ന അവന്മാരില്ലേ, ഇവരൊന്നും സ്ത്രീത്വത്തെ അവമാനിച്ചില്ല. അവരൊക്കെ സ്ത്രീത്വത്തിന്റെ. താങ്കൾ ശരിക്കും ഇപ്പോ സ്ത്രീ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ സ്ത്രീ ആണ് എന്ന് പറയുന്ന ഒരു കണ്ടെത്തലല്ലേ? താങ്കളുടെ സർജറി ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നാണ് പലരും പറയുന്നത്. അതുപോലെയാണ് ഇയാൾ പറയുന്നത്. സൗകര്യമില്ല എനിക്ക് പറയാൻ. ഞാൻ ഇവർക്ക് തുണി അയച്ച് കാണിച്ചു കൊടുക്കണോ? ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിന്റെ അവസ്ഥയാണ്. അതുപോലെ ഇനി ഈ ചോദിക്കുന്ന എല്ലാവർക്കും അങ്ങനെ കാണിച്ചു കൊടുക്കണം. ഈ കേരളം മുഴുവൻ അങ്ങനെ. ഇന്ന് ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ മറ്റു സാധനം തുടങ്ങാം. ഈ രേണുസുതി മറ്റേ ഇവരൊക്കെ തുടങ്ങിയ സംഭവം ഉണ്ടല്ലോ. നല്ല തൊഴിൽ വല്ലതും ചെയ്ത് ജീവിച്ചൂടെ? ഇങ്ങനെ ഒരുങ്ങി കെട്ടിയൊക്കെ പുറത്തിറങ്ങി നടക്കുക, അതിലൂടെ കുറച്ച് സമ്പാദിക്കുക. നിങ്ങൾക്ക് നാണം തോന്നുന്നില്ല? ശരിക്കും ഇല്ല, നാണം തോന്നുന്നില്ല. ഞാൻ എന്റെ ചെലവിലാണ് ഒരുങ്ങി കെട്ടി ജീവിച്ച് ഇതാക്കുന്നത്. പിന്നെ ഞാൻ ഇതിന് നാണം കെട്ടുന്ന ആവശ്യമില്ല. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ചുടുചൂടൻ ചോദ്യങ്ങൾക്ക് കുറുക്കിക്കൊള്ളുന്ന ഉത്തരങ്ങളുമായി അവർ വരികയാണ് ഹോട്ട് സീറ്റിലേക്ക്. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ഹോട്ട് സീറ്റിൽ ഇന്നുള്ളത് ജാസിയാണ്. ജാസി, വെൽക്കം. വെൽക്കം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ഹോട്ട് സീറ്റ് എന്ന് കേൾക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഓർമ്മ വരുന്നത് ശാരികേച്ചിനുള്ള ഇന്റർവ്യൂ ആണ് കേട്ടോ. കാരണം ഞാൻ വെള്ളമൊക്കെ എടുത്ത് വെച്ച് ഭയങ്കര വെള്ളമൊക്കെ മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം എനിക്ക് വേണം. കാരണം എനിക്ക് ഹോട്ട് സീറ്റ് വരുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം എന്നൊരു നിർബന്ധമാണ്. കാരണം നിങ്ങൾ വെള്ളം കുടിപ്പിക്കുമ്പോൾ ആ വെള്ളം കുടിച്ച് നിങ്ങൾക്ക് കൂടി മറുപടി തന്നിട്ട് പോകണമെന്നാണല്ലോ എന്റെ ഇഷ്ടം. പക്ഷെ നല്ല ഇന്റർവ്യൂ ആയിരുന്നു. പക്ഷെ കുറച്ച് വിവാദങ്ങളൊക്കെ അങ്ങനെ വന്നിട്ട് ഞങ്ങൾ തമ്മിൽ കുറച്ച് വാക്കുതർക്കമൊക്കെ ആയി. പക്ഷെ പേഴ്സണലി ശാരികേച്ചി ഇസ് ഫൈൻ. നല്ല ഫ്രണ്ട് ആയിട്ട് തുടരുന്നു. നല്ല ഇതിന്റെ അവസാനം നമ്മളും അങ്ങനെ തന്നെ ആയിരിക്കും പ്രതീക്ഷിക്കാം. ജാസി, ഇപ്പോ താങ്കൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഒരുപാട് വിവാദങ്ങൾ വരുന്നുണ്ട് ബാക്ക് ടു ബാക്ക്. ഈ വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണോ താങ്കൾ ഇതുപോലെ കണ്ടന്റ് ഉണ്ടാക്കുന്നത്, അതോ വിവാദങ്ങൾ താങ്കളുടെ പുറകെ ഇങ്ങനെ വരികയാണ്? എന്താണ് ശരിക്കും? ഞാൻ എന്റെ വീഡിയോസും എന്റെ ഹാപ്പിനെസ് ആയിട്ട് അങ്ങനെ പോകുന്ന വ്യക്തിയാണ്. വിവാദങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒന്നും പേഴ്സണലായിട്ട് ഒന്നും ചെയ്യുന്നൊന്നുമില്ല. പക്ഷെ ഞാൻ ചെയ്യുന്നത് അറിയാണ്ട് വിവാദങ്ങളിലേക്ക് പോയി പെടാറുണ്ട് കുറെ. പിന്നെ അതങ്ങ് ഭയങ്കര ചർച്ചയാവും, വിഷയങ്ങളാവും. പിന്നെ അങ്ങനെ 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 കത്തി കയറി പോകുന്നതാണ്. വിവാദങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും അങ്ങനെ ചെയ്യാറൊന്നുമില്ല. ഒക്കെ എന്നെ തേടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങളാണ്. ഞാനായിട്ട് ഇതുവരെയും പ്രശ്നങ്ങളൊന്നും അങ്ങോട്ട് പോയി ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്ന ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതിരിക്കുന്നതൊക്കെ ചെയ്യുമ്പോഴാണ് അവരത് ഏറ്റെടുത്ത് അവർ വീഡിയോ ചെയ്യാൻ തുടങ്ങും. പിന്നെ അത് വലിയൊരു വിവാദത്തിലേക്ക് പോകും. അപ്പോഴാണ് ഞാൻ തന്നെ ആലോചിക്കുക, അയ്യോ ഇതായിരുന്നു അവർ ഉദ്ദേശിച്ച വിവാദം, അല്ലെങ്കിൽ ഇങ്ങനെയായിരുന്നു ഈ വിവാദത്തിൽ ഞാൻ പെട്ടുപോയെന്നൊക്കെ. ഞാൻ അതിന് ശേഷമായിരിക്കും അത് റിയലൈസ് ചെയ്യുക. അതിന് മുമ്പൊന്നും എനിക്ക് അറിയത്തില്ല ഇത് ഇങ്ങനെ ആവുമെന്നുള്ളതൊന്നും ഒട്ടും പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന വീഡിയോസുകളായിരിക്കും. ഞാനൊരു കാര്യം സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ചോദിച്ചോട്ടെ, ഒരു ട്രാൻസ് വിമൻ ആണ് എന്ന് പറയാൻ ജാസിക്ക് നടക്കണമെന്നില്ലല്ലോ? ഇല്ല. അപ്പോ ഒരു ട്രാൻസ് വിമൻ എന്ന രീതിയിൽ ഏതൊരു ട്രാൻസ്ജെൻഡർ ആയിക്കോട്ടെ, ട്രാൻസ് മെൻ ആയിക്കോട്ടെ, ട്രാൻസ് വിമൻ ആയിക്കോട്ടെ, അവർ വന്ന വഴികൾ പലതായിരിക്കും. പക്ഷെ അവർക്ക് എല്ലാവർക്കും പറയാനുള്ള കഥ ഒരുപക്ഷെ ഒരുപോലെ ആയിരിക്കും, അല്ലെ? ഇപ്പൊ വീട്ടിലുള്ള പ്രശ്നങ്ങളായിരിക്കട്ടെ, അല്ലെങ്കിൽ സ്കൂൾ കോളേജ് കാലഘട്ടത്തായിക്കോട്ടെ, കൂടെ വർക്ക് ചെയ്യുന്ന ഒരേ സിമിലർ ആയിട്ടൊരു കഥയായിരിക്കും. അപ്പോ അങ്ങനെയുള്ള ആൾക്കാർക്ക് ശബ്ദം ഉയർത്താൻ, അതായത് നമ്മൾ അടിച്ചമർത്തപ്പെട്ട് കുറെ കാലങ്ങളായിട്ട് അടിച്ചമർത്തപ്പെട്ടിരുന്ന ആൾക്കാർക്ക് ശബ്ദം ഉയർത്താൻ പറ്റുന്ന ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയാണ് LGBTQIA+ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി. ഇപ്പോൾ കേരളത്തിലും വളരെ ഒരുപാട് പേര് അതിനകത്ത് വരുന്നുണ്ട്, ഒരുപാട് പേര് അതിൽ ശബ്ദം ഉയർത്തി സംസാരിക്കുന്നുണ്ട്. അപ്പൊ ജാസിയുടെ കമ്മ്യൂണിറ്റി ആയിട്ട് പോലും എന്തുകൊണ്ട് അവിടെ ജാസിക്ക് എഗൻസ്റ്റ് ആയിട്ട് ആൾക്കാർ പറയുന്നു, അല്ലെങ്കിൽ അവിടെ ഒരു ഒത്തൊരുമയുടെ ഒരു പ്രശ്നം എന്തുകൊണ്ട് വരുന്നു? ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് പേര്, ഒന്നാമത് വളരെ കുറച്ച് ആൾക്കാരെ മാത്രമേ ഞാൻ ഫ്രണ്ട്സ് ആയിട്ട് വെച്ചിട്ടുള്ളൂ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ. എനിക്ക് അങ്ങനെ എല്ലാവരും എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഫ്രണ്ട്സ് അല്ല. കാരണം എനിക്ക് ഒരുപാട് പണി കിട്ടിയതിന് ശേഷം ഞാൻ ആ കമ്മ്യൂണിറ്റിയിൽ വളരെ റയറായിട്ട് എൻ്റെ കൂടെ 100% ഓക്കെ ആയിട്ട് നിൽക്കുന്നവരെ മാത്രമേ ഞാൻ കോൺടാക്ട് ലൈസിൽ എൻ്റെ ഉള്ളൂ. അല്ലെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സിലാണെങ്കിലും പലവരൊന്നും എൻ്റെ ഇൻസ്റ്റാ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് അല്ല ആയിരുന്നു. ഞാൻ അൺഫോളോ ചെയ്തിട്ടുണ്ട് പലവരെയും. സ്റ്റിൽ ഇപ്പോൾ അവർ എൻ്റെ അൺഫോളോയിൽ തന്നെ കിടക്കുന്നത്.
എനിക്കറിയില്ല എന്താണ് ഇപ്പൊ ഈ ലാസ്റ്റ് കമ്മ്യൂണിറ്റിന്റെ ഒരു പ്രോബ്ലം നടന്ന സമയത്തും ട്രിവാൻഡ്രത്ത് വെച്ചിട്ട് ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഒട്ടുമിക്ക ഒരു പരിപാടിക്കും കമ്മ്യൂണിറ്റിന്റെ പരിപാടിക്കും പോകുന്ന വ്യക്തിയല്ല. ഈവൻ ഇപ്പോൾ പ്രൈഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇവന്റുകൾ ആയിക്കോട്ടെ എന്നെ ഗസ്റ്റായിട്ട് പലരും വിളിച്ചിട്ടുണ്ട്. ഞാൻ പല ഇതിലും എന്നെ വിളിച്ചിട്ടുണ്ട് ഗസ്റ്റായിട്ട്. ഞാൻ പോയിട്ടില്ല. എനിക്ക് അങ്ങനെ പോകാൻ തോന്നിയിട്ടില്ല. പേഴ്സണലി എനിക്ക് ലൈക്ക് കമ്മ്യൂണിറ്റിന്ന് ചില ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ ചില ഡ്രോമയുടെ ഒക്കെ ആയിരിക്കാം ഒരു പക്ഷേ ഞാൻ അങ്ങനത്തെ അത്തരം പരിപാടികളിൽ ഞാൻ സജീവമായിട്ട് ഇല്ലാത്തത്. പക്ഷെ ഇത് ഒരു വലിയ ഇഷ്യൂ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ഈ ഒരു ബില്ല് ഇറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ പോലത്തെ ട്രാൻസ് കമ്മ്യൂണിറ്റി ഭയങ്കരമായിട്ട് അതെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ടാണ് ഞാൻ അന്ന് നോമ്പും കൂടിയായിരുന്നു. അത്രയും ബുദ്ധിമുട്ടിയിട്ട് ട്രിവാൻഡ്രം വരെ ട്രാവൽ ചെയ്ത് ഞാൻ ആ പരിപാടിയിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോയി അഫ്കോഴ്സ് ഞാനും നാദ്രയും ഉണ്ടായിരുന്നു ഒരുമിച്ച്. അപ്പോൾ ഞങ്ങൾ ലൈക്ക് ഞങ്ങളെ കണ്ടപ്പോൾ ഈ മീഡിയാസ് വന്ന് ബൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ അതിനെക്കുറിച്ച് തന്നെ ഈ ബില്ലിനെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അവിടെ ഞങ്ങൾ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഞങ്ങൾ വേറെയുള്ള കാര്യങ്ങളോ അല്ല സംസാരിക്കുന്നത്, ബില്ലിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഇവൻ നാദ്രയാണ് സംസാരിക്കുന്നത്. ഞാൻ കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് കുറച്ച് ആൾക്കാർ വന്ന് ഭയങ്കരമായിട്ട് പ്രശ്നമാക്കി. എന്താണ് നിങ്ങൾ സെലിബ്രിറ്റികൾ വരുമ്പോൾ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാർ വരുമ്പോൾ മാത്രം നിങ്ങൾ ബൈറ്റ് എടുക്കും, ഇവിടെ പാവപ്പെട്ട ആൾക്കാർ കുറെ വെയിൽ കൊള്ളുന്നത് അതാണ് കണ്ട ഇവരാരും നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമായി. കമ്മ്യൂണിറ്റിയുള്ള ആൾക്കാർ തന്നെയാണ്, അവിടെ കണ്ടു നിൽക്കുന്ന ആൾക്കാരല്ല, എല്ലാം കമ്മ്യൂണിറ്റിയുള്ള ആൾക്കാർ തന്നെയാണ്. അത് കഴിഞ്ഞ് നാദ്ര വേഗം അവിടുന്ന് പോയി. ഞാൻ സ്റ്റിൽ അവിടെ തന്നെ നിന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് മുമ്പ് അവരെന്നെ ഈ പ്രശ്നം ഉണ്ടാക്കിയ ആൾക്കാർ തന്നെ വന്നിട്ട് പറഞ്ഞു, ജാസി ഞങ്ങൾ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ജാസി അത് മനസ്സിലാക്കി ഇവിടെ നിന്നത് നല്ല കാര്യം എന്നൊക്കെ പറഞ്ഞ് അവർ സമ്മതിച്ചു. ഓക്കെ ഫൈൻ, അത് അവിടെ തീർന്നു. എനിക്ക് അത്രയേ ഉള്ളൂ. ഞാൻ ആ സമയത്ത് അവർ പറയുന്നു. അത് കഴിഞ്ഞപ്പോൾ അത് ഞാൻ വിട്ടു ആ വിഷയം. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ അവിടെ നിൽക്കുമ്പോൾ വേറെ കമ്മ്യൂണിറ്റിയിലുള്ള കുറച്ച് ആൾക്കാർ, അത് മാസ്കും മുഖം എല്ലാം മറച്ചിട്ടുള്ള കുറേ ആൾക്കാർ, നിന്റെ ഗർഭം എന്തായി, നിന്റെ ചെക്കൻ എവിടെ, നീ അങ്ങനെയാണ് ഇങ്ങനെ ആയതുകൊണ്ട് ഭയങ്കര നെഗറ്റീവായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ആദ്യം നിങ്ങൾ മുഖം കാണിക്കുക, എന്നിട്ട് സംസാരിക്കുക എന്നോട്. മുഖം കാണിക്കാണ്ട് നിങ്ങൾ മാസ്ക് ഇട്ട് ഫുൾ മുഖം കവർ ചെയ്തിട്ട് നിങ്ങൾക്ക് മുഖം കാണിക്കാനുള്ള ഒരു ഇതില്ലേ, എന്താണ് പേടിയാണ് മുഖം കാണിക്കാൻ, നിങ്ങൾ മുഖം സംസാരിക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ കുറേ പ്രശ്നങ്ങളായപ്പോൾ പിന്നെ ഞാൻ തന്നെ അവിടുന്ന് ആ പരിപാടി തീർന്നു. ആ പരിപാടി തീർന്നു. ഞാൻ അവിടുന്ന് ഇറങ്ങിപ്പോയി. എന്നെ ആരും ഇറക്കി വിട്ടതോ അങ്ങനെ ആട്ടി ഓടിച്ചതോ അങ്ങനെ. പണ്ടത്തെ ജാസ്തിയാണെങ്കിൽ അങ്ങനെ കേട്ടുന്നത്, പക്ഷേ ഇപ്പോഴത്തെ ജാസ്തിയാണ് കുറച്ച് സ്ട്രോങ് ആണ്. അവിടെ എന്നെ ആരും ഇറക്കി വിട്ടാൽ ഞാൻ നന്നായിട്ട് സംസാരിക്കും. അവരുടെ മുഖത്ത് നോക്കിയിട്ടാണ് സംസാരിക്കുക. ഒരു പേടിയില്ല, ഒരാളെ ചെലവിനല്ല ഞാൻ ജീവിക്കുന്നത്. പിന്നെ എന്നെ കുറെ ആൾക്കാർ വീഡിയോ ചെയ്ത് ജാസ്തിനെ മാനം കെടുത്തി ഇറക്കി വിട്ടു. എനിക്ക് ഈ കുറയ്ക്കുന്ന ആൾക്കാർക്കൊന്നും എനിക്ക് ഉത്തരം കൊടുക്കാൻ വയ്യ. എന്തിനാ വെറുതെ നമ്മൾ ഉത്തരം കൊടുത്ത് ഇവരൊക്കെ ഫേമസ് ആക്കാൻ നിൽക്കുന്നത്, എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഞാൻ അവിടുന്ന് പോയി. ആ പരിപാടി കഴിഞ്ഞു, അതിൻ്റെ പേര് അതിൻ്റെ സംഘാടകർ വളരെ നല്ല രീതിയിൽ എന്നോട് പെരുമാറിയത്. ജാസി കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുന്ന ആൾക്കാരല്ലേ, ജാസി വളരെ നല്ല രീതിയിൽ ഞാൻ നിന്നു, അവരുടെ കൂടെ എല്ലാ ഇതിൽ നിന്ന് തിരിച്ച് ഞാൻ പോന്നു. അപ്പം ഞാൻ ബൈറ്റ് കൊടുത്തു. കാരണം കമ്മ്യൂണിറ്റി തന്നെ ഒരു ഒത്തൊരുമ പറഞ്ഞ സംഭവം ഇല്ല സത്യം പറഞ്ഞാൽ. നമ്മളിപ്പോൾ ഏതൊരു കമ്മ്യൂണിറ്റി ആണെങ്കിലും അല്ലെങ്കിൽ ഏത് ആൾക്കാരും ഒരു ഒത്തൊരുമ ഉണ്ടെങ്കിൽ ആ കാര്യം വിജയിക്കത്തുള്ളൂ. ഇത് ചില ആൾക്കാർക്ക് അറിയില്ല, ഞാൻ കുറച്ച് ഫെയിം ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ കുറച്ച് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ചില ഒരു തുടക്കം ഉണ്ടായിരിക്കട്ടെ ജാസി, എവിടെ നിന്നാണ് താങ്കൾക്ക് മനസ്സിലായത് അത് എന്റെ കമ്മ്യൂണിറ്റി എന്റെ കൂടെ ഇല്ല അല്ലെങ്കിൽ അവർ എനിക്ക് എഗൻസ്റ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത് എന്നൊരു ബോധ്യം എപ്പോഴാണ് ഉണ്ടായത്? അതിനൊരു കാരണം ഉണ്ടാവും. അല്ല, എനിക്ക് എന്റെ പണ്ട് ഞാൻ കൊച്ചിയിലെ സമയത്ത് ഞാൻ പണ്ടും എന്റെ കൊച്ചിയിലെ സമയത്ത് അവിടെ പഠിക്കുന്ന സമയത്തൊക്കെ എന്നെ അറിയുന്ന കുറച്ച് പഴയ കമ്മ്യൂണിറ്റി ഉണ്ട്. അവർ സ്റ്റിൽ ഇപ്പോഴും എന്റെ കൂടെ ഉണ്ട്. പുതിയ വന്ന കമ്മ്യൂണിറ്റികൾ ഉണ്ടല്ലോ, എന്താണ് ജാസി എന്ന് അറിയാത്ത കുറെ കമ്മ്യൂണിറ്റികളുണ്ട്, അവർക്കാണ് പ്രശ്നം. പിന്നെ എനിക്കറിയില്ല, ഞാൻ കുറച്ച് ഫെയിം ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് വ്യൂസും അല്ലെങ്കിൽ മീഡിയ കവറേജും കിട്ടുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എനിക്കറിയില്ല വാട്ടവർ എന്തെങ്കിലും അങ്ങനത്തെ ഒരു ജലസ് ആയിരിക്കാം. മെയിൻ ജലസ് ആണ് സംഭവം. ഇത് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാൾക്ക് കുറച്ച് ആൾക്കാർക്ക് ഉള്ള സംഭവമാണ്. ഒരാൾ പഠിക്കും മുകളിൽ വരുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് സൗന്ദര്യമുള്ള ആൾക്കാരെ കാണുമ്പോൾ ഒരു അസൂയ, അല്ലെങ്കിൽ കുറച്ച് മീഡിയ കവറേജ് ഉള്ള ആൾക്കാരെ കാണുമ്പോൾ ഒരു അസൂയ, ഒരു അതൊക്കെ ഓൾറെഡി എല്ലായിടത്തും ഉള്ളതുപോലെ ഞങ്ങളെ ഈ കമ്മ്യൂണിറ്റിയിലുണ്ട്. പക്ഷെ നല്ല കമ്മ്യൂണിറ്റി ആൾക്കാരുണ്ട്, നന്നായിട്ട് നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന, നമുക്ക് ലൈക്ക് ഒരു സിസ്റ്ററെ പോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. നീ ജാസി നീ ഓരോന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നീ ഇങ്ങനെ പറയണം, അത് ഇങ്ങനെ പറയണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു കാര്യം പറയുമ്പോൾ നീ ഒന്നുകൂടെ ആലോചിച്ച് പറയണം എന്ന് പറഞ്ഞ് നമ്മളെ ഒരു നന്നായിട്ട് വെൽവിഷ് ചെയ്യുന്ന കമ്മ്യൂണിറ്റീസ് ഉണ്ട്, പക്ഷെ വളരെ കുറവാണെന്നേ ഉള്ളൂ. അതാണ് സംഭവം. അതെ, ഓക്കെ. അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ജോസി, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോ ഒരു സ്ത്രീ മനസ്സുകൊണ്ട് സ്ത്രീ ആയിരുന്നു, ഇപ്പോ ശരീരം കൊണ്ടും സ്ത്രീ ആയിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഒരു സർജറിയും കൂടെ ബാക്കിയുണ്ട് എന്നാണ് ഇപ്പൊ താങ്കൾ അവസാനമായിട്ട് പറഞ്ഞത്. അപ്പോ സ്ത്രീത്വത്തെ അത്രയധികം ബഹുമാനിക്കുന്നതും സ്നേഹിക്കുന്നതും കൊണ്ടാണല്ലോ ഈ ഒരു ട്രാൻസ്മിഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഈ ട്രാൻസ്ഫോർമേഷൻ താങ്കൾ ആഗ്രഹിക്കുന്നത്. മനസ്സുകൊണ്ട് താങ്കൾ ഒരു സ്ത്രീയാണെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഓഫ് കോഴ്സ് ഒരു ട്രാൻസ് വിമൻ എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കെ ഇപ്പൊ ഗർഭം പോലുള്ള ഒരു കാര്യം, പ്രഗ്നൻസി പോലുള്ള ഒരു കാര്യം പട്ട പകൽ ആൾക്കാരുടെ മുഖത്ത് നോക്കി ഞാൻ പ്രഗ്നന്റ് ആണ് എന്ന് വിളിച്ച്
പറയാനുള്ള ഒരു ധൈര്യം എവിടെ നിന്നുണ്ടായി, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഞാൻ ലൈക്ക് ഇപ്പോ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോ നയൻതാര പ്രസവിച്ചു കുട്ടികളുണ്ട് രണ്ടുപേർക്കും. പക്ഷെ നയൻതാര പ്രസവിച്ച കുട്ടികളാണോ? അല്ല, അവർ സർവീസ് വഴിയാണ് കുട്ടികളുണ്ടാക്കിയത്. ഞാൻ എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു രീതിയിലേക്ക് എനിക്ക് ചിന്തിച്ചുകൂടാ? എനിക്കത് കാരണം ഞാൻ പെണ്ണായിട്ടാണ് ജീവിക്കുന്നത്. എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡ് ഉണ്ട്, ഞങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ലൈക്ക് ഫാമിലി പോലെ ജീവിക്കാം എന്നൊരു തോട്ട് എനിക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറേ ഞാൻ ചിന്തിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ പേഴ്സണലി എനിക്ക് ഒരു കുട്ടിനെ അഡോപ്റ്റ് ചെയ്യാൻ എന്നൊരു രീതിയിൽ ഞാൻ ഇങ്ങനെ എത്തി. അതായത് അവരും ഓക്കെയാണ്, ആ കുട്ടീനെ നമുക്ക് തരാൻ വേണ്ടി അവർ ഓക്കെയാണ്. അവരാണ് എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. കാരണം ഈ ന്യൂസ് ഇങ്ങനെ ഇറങ്ങിയതിൻ്റെ സമയത്തൊക്കെ ഇതിന് മുമ്പ് ഞാനിങ്ങനെ പല ഇന്റർവ്യൂലും പറഞ്ഞു എനിക്കൊരു അമ്മയാവാൻ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരാണ് എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു കുഞ്ഞുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം. അത് ഞാൻ ഫുള്ളായിട്ട് പറയുന്നില്ല, കാരണം അത് ലീഗലി ഇറ്റ്സ് നോട്ട് ഗുഡ്. അപ്പോൾ അത് അവർക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൻ്റെ നമ്മൾ പറയണം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെയാണെങ്കിൽ ഞാൻ കുട്ടീനെ അഡോപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്, നമുക്ക് ലീഗലി തന്നെ എല്ലാം മൂവ് ചെയ്യാം. കാരണം കുട്ടീനെ നിങ്ങൾ തരണം, പിന്നീട് കുട്ടീനെ ചോദിച്ചു വരാനും പാടില്ലല്ലോ. അപ്പോൾ ലീഗലി നമുക്കിത് മൂവ് ചെയ്യാം എന്ന് പറഞ്ഞ് വളരെ നല്ല രീതിയിൽ ഹെൽത്തായിട്ട് പോയൊരു റിലേഷൻ, ഒരു ഇതായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എനിക്ക് കുറച്ച് ഡൗട്ടുകളായപ്പോൾ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ തന്നെ കുറച്ച് ശീതൾ ചേച്ചി അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഞാൻ ചോദിച്ചു, മമ്മി അമ്മ ഇങ്ങനെ ഒരു കുട്ടീനെ എടുക്കുന്നത് കൊണ്ട് വല്ല പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ചേച്ചിനോട് പറഞ്ഞു, ഇല്ല, നമ്മൾ സിംഗിൾ പാരൻസിന് ഒരിക്കലും കുട്ടീനെ അഡോപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതിനു മുമ്പ് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് കുട്ടീനെ കിട്ടും, നമ്മൾ ഇത്ര ഇത് കഴിഞ്ഞ് നമുക്ക് ആ കുട്ടീനെ നമുക്ക് സ്വന്തമാക്കി എടുക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ വെയിറ്റ് ചെയ്യും, നിങ്ങൾക്കത് ഞാൻ തെളിയിച്ച് തരാം. കാരണം എൻ്റെ മൈൻഡിൽ അപ്പോഴും കുട്ടീനെ എനിക്ക് കിട്ടും എന്നുള്ളൊരു മൈൻഡാണ് എനിക്ക്. അപ്പോൾ ഓക്കെ, ഒരു കുട്ടീനെ ഞാൻ എടുക്കാൻ വേണ്ടി പോവുകയാണ്, അല്ലെങ്കിൽ ഞാനൊരു കുട്ടീനെ വളർത്താൻ വേണ്ടി പോകുമ്പോൾ ഞാൻ അഫ്കോഴ്സ് എനിക്കൊരു കുട്ടീനെ അഡോപ്റ്റ് ചെയ്യണം എന്ന് പറയാൻ താല്പര്യമില്ല. ഞാനൊരു അമ്മയാവാൻ പോകുന്നതാണ് എനിക്ക് പറയാൻ താല്പര്യം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, അമ്മയാവാൻ പോകുന്നു, അല്ലെങ്കിൽ എനിക്കൊരു കുട്ടീനെ കിട്ടുമ്പോൾ ഞാൻ ഒരു അമ്മയാണല്ലോ, അപ്പോൾ ഞാൻ അമ്മയാവാൻ പോകുന്നു എന്ന് എനിക്ക് പറയേണ്ടി വന്നത്. പക്ഷെ പിന്നീടാണ് ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെ, കാരണം ഇത് പറഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ച് ആൾക്കാരെ വിളിച്ചു തന്നെ, എന്നോട് പറഞ്ഞു, ജാസി നീ എന്താ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ സ്റ്റോറി പറയുമ്പോൾ വെച്ച്, ജാസി അത് പറ്റത്തില്ല, നമുക്ക് ട്രാൻസിന് കുട്ടികളെ അഡോപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ വളർത്താനുള്ള ഇപ്പോൾ എന്തായാലും ഇല്ല. കാരണം നമ്മൾ സിംഗിൾ പാരന്റ്, കാരണം ഞാനും ആൺകുട്ടിയായിട്ട് വന്നൊരു വ്യക്തിയാണ്, ആശയം ഓൾറെഡി ആൺകുട്ടി, അപ്പോൾ സിംഗിൾ പാരന്റ് ആണ്. അപ്പോൾ ഒന്നെങ്കിൽ ഒരു സ്ത്രീ ആയിപ്പോൾ ഓൾറെഡി നമ്മൾ ട്രാൻസിൽ ഒരു കുട്ടി ഓൾറെഡി അവരൊരു കുട്ടി വളർത്തുന്നുണ്ട്, അതേപോലെ ആയിരിക്കണം. അല്ലാണ്ട് നമ്മൾ രണ്ടും മെയിൽ ഫീമെയിൽ, അപ്പൊ മെയിലിന് ഫീമെയിൽ ആയ വ്യക്തിയാണല്ലോ. അപ്പൊ അങ്ങനത്തെവർക്ക് ഇങ്ങനെ സിംഗിൾ പാരന്റ് ആയതുകൊണ്ട് കുട്ടീനെ അഡോപ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല, ഗവൺമെന്റ് തന്നിട്ടില്ലാത്തതുകൊണ്ടാണ് പിന്നെ അത് സ്റ്റോപ്പ് ചെയ്തത്. ഭയങ്കര സങ്കടമാണ് എനിക്ക്, പക്ഷെ എന്തെങ്കിലും നിയമങ്ങൾ മാറുമല്ലോ. ഓക്കെ, താങ്കളുടെ സങ്കടം ഞാൻ മനസ്സിലാക്കുന്നു, എന്തെങ്കിലും നടക്കട്ടെ. ബട്ട് സ്റ്റിൽ ഞാൻ ഒന്നുകൂടെ ചോദിക്കുകയാണ്, ജാസി, നമ്മള് സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ താങ്കൾ പുറത്ത് വിടുന്ന ഒരു രീതി അങ്ങനെ അല്ലായിരുന്നു. അതായത് നമ്മൾ കാണുമ്പോൾ താങ്കൾ ഗർഭം ധരിച്ചിരിക്കുകയാണ് എന്നുള്ള രീതിയിലുള്ള റീൽസും അതുപോലുള്ള ന്യൂസും അതുപോലുള്ള കാര്യങ്ങളാണ് പടർന്നു വന്നത്. അപ്പൊ എപ്പോഴെങ്കിലും വന്നിട്ട് ഇതാ ശരിക്കും ഇങ്ങനല്ല, ഞാൻ ഇതാണ് ഉദ്ദേശിച്ചത്, ഞാൻ ഒരു ഗർഭിണിയായിട്ട് അഭിനയിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഒരു ഗർഭിണിയായിട്ട് ഒരു കോണ്ടന്റ് ചെയ്യുന്നത് എത്രയോ പേര് ചെയ്യുന്നുണ്ട് ഇവിടെ, ഗർഭിണിയായിട്ട് കോണ്ടന്റുകൾ. ഞാൻ വേണമെങ്കിൽ നാളെ ഒരു റീൽസ് എടുക്കാൻ വേണ്ടി പോകുമായിരുന്നു. കാരണം അതൊരു കോണ്ടന്റ് ആയിട്ട് മാത്രം, ബയോളജിയിൽ നിങ്ങൾ ചിന്തിക്കാമല്ലോ, ബയോളജി ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ. അത് കഴിഞ്ഞിട്ട് കുറേ ആൾക്കാർ ഞാൻ സ്ത്രീത്വത്തെ അപമാനിച്ചു, അതാണ് ഇതാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ സ്വന്തം കുഞ്ഞിന് ജന്മം നൽകിയിട്ട് കുഞ്ഞിനെ ഇവിടെ കരിങ്കൽ പാറയിൽ കൊണ്ടുപോയിട്ട് എറിയുന്നു, കുഞ്ഞിനെ കൊന്നു കഴിയുന്നു, ടെക്സ്റ്റ് ടാങ്കിൽ കുട്ടികളെ ഇടുന്നു, കുട്ടികളെ തെരുവിലേക്ക് വലിച്ചെറിയുന്നു, വിഷം കൊടുത്ത് കുട്ടികളെ കൊല്ലുന്നു, വേറെ ആണുങ്ങളെ കൂടെ സ്വന്തം അമ്മ ഇറങ്ങി പോകുന്നു കുഞ്ഞിനെ വെച്ചിട്ട്. ഇതൊന്നും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന കാര്യമല്ല. ജാസി ഒരു ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോൾ അത് സ്ത്രീത്വത്തെ അപമാനിക്കുക കുറേ പെണ്ണുങ്ങൾ വന്നിട്ടായിരുന്നു, ജാസി സ്ത്രീത്വത്തെ അപമാനിച്ചു, അതാണ് ഇതാണ്. ഇന്ന് ഈ പറയുന്ന ആൾക്കാരൊക്കെ ചെയ്യട്ടെ ഇത്, ഇല്ലെങ്കിൽ ചെയ്ത ആൾക്കാരെ കൂടെ ഇവര് പറയുന്നില്ല, സ്വന്തം കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ് കൊന്ന അമ്മമാരില്ലേ, എന്തുകൊണ്ട് അവര് പിന്നാലെ പോകുന്നില്ല? അവർ സ്ത്രീത്വത്തെ അവമാനിച്ചു എന്ന് പറഞ്ഞിട്ട്. ജാസി ഒരു ഗർഭിണിയായിട്ട് ഒന്ന് ഒരു സ്വപ്നം, എൻ്റെ ഒരു വലിയ സ്വപ്നമാണ് അത് ഇന്ന് ഞാൻ ഒരു റീൽസിലൂടെ കാണിക്കുമ്പോൾ ഞാൻ സ്ത്രീത്വത്തെ അവമാനിച്ചു, ഞാൻ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി. എനിക്ക് അറിയില്ല അത് എന്താന്നുള്ളത്, അങ്ങനെ ഒരു മൈൻഡ്. ഇപ്പോ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഫെയിമും നല്ല രീതിയിൽ ഫോളോയിങ്സും ആൾക്കാർ കേൾക്കാൻ ഇട്ട് നോക്കുന്ന ഒരാളാണ് ജാസി എന്ന് പറയുന്നത്. അപ്പോൾ ജാസി അമ്മയാകാൻ പോകുന്നു എന്നറിയുമ്പോൾ ഓഫ്കോഴ്സ് അവിടെ ഒരു ഓളം ഉണ്ടാവും, ആൾക്കാർ അതിനെപ്പറ്റി ശ്രദ്ധിക്കും, അതിനെപ്പറ്റി ചർച്ച ചെയ്യും, അതിനെപ്പറ്റി സംസാരിക്കും. മാത്രമല്ല അതാണ് ഏറ്റവും വലിയൊരു ഒരു കാര്യം. ഇത് ആദ്യമായിട്ട് പറഞ്ഞൊരു വ്യക്തി ജാസി അല്ല ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ. ഇതിന് മുമ്പേ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് പേര് അമ്മയാവാൻ പോകുന്നു, കുട്ടിയാവാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വനിതാ പോലത്തെ ഒരു വലിയ മാഗസീനിലടക്കം കൊടുത്ത കുറെ ആൾക്കാരുണ്ട് ഇവിടെ.
അവരൊക്കെ ഉണ്ട്, അവരൊന്നും പ്രശ്നമില്ല. ഇവരെ ജാസി പറഞ്ഞപ്പോഴാണ് വലിയ വിവാദമായി പോയത്. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ എനിക്ക് തോന്നുന്നു ഒരു 4-5 ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഞാൻ അമ്മയാവാൻ പോകുന്നു, അല്ലെങ്കിൽ ഞാനൊരു കുട്ടിക്ക് ജന്മം കൊടുക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു രംഗത്ത്. അവർക്കൊന്നും പ്രശ്നമില്ല. ജാസി പറഞ്ഞപ്പോഴാണ് ഇത് വലിയ പ്രശ്നമായി മാറിയത്, ആൾക്കാരെ ഏറ്റെടുക്കാൻ തുടങ്ങിയത്. എനിക്കറിയില്ല അത് എന്താന്നുള്ളത്. ജാസി പറയുമ്പോഴാണ് എല്ലാം വിവാദത്തിലേക്ക് പോകുന്നത്. ഒരു കൂട്ടം ട്രാൻസ്ജെൻഡേഴ്സിലുള്ള തന്നെ കമ്മ്യൂണിറ്റിയിലുള്ള തന്നെ ആൾക്കാർ ഇപ്പോഴും പറയുന്നത് ജാസി അതൊരു പബ്ലിസിറ്റി സ്റ്റണ്ടിന് വേണ്ടി മാത്രം ചെയ്തൊരു കാര്യമാണ്. ഞാൻ പബ്ലിസിറ്റിക്ക് വേണ്ടി പറയാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഓക്കെ നിങ്ങൾ അങ്ങനെ എടുത്തോളൂ. പക്ഷെ എനിക്ക് എൻ്റെ ഉള്ളിൽ അറിയാം ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്, അല്ലെങ്കിൽ എൻ്റെ ഒരു എയിം എന്തായിരുന്നു എന്നുള്ളത് എനിക്ക് അറിയാം, അത് ദൈവത്തിനും അറിയാം, എനിക്ക് പിന്നെ എൻ്റെ പാർട്ട്ണറിനും അറിയാം. എനിക്ക് അവരെ ബോധിപ്പിച്ചാൽ പോലെ. ഈ പറയുന്ന ആൾക്കാരെ, ഈ വെറുതെ ഇങ്ങനെ പറയുന്ന ആൾക്കാരെ ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കുണ്ടോ? ബോധിപ്പിച്ചിട്ട് എനിക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഈ പറയുന്ന കമന്റ്സ് താങ്കളെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ കമന്റ്സും ഉണ്ട്, അതുപോലെ തന്നെ താങ്കൾക്ക് എഗൻസ്റ്റ് ആയിട്ട് വന്ന് പറയുന്ന കമന്റ്സ് ഉണ്ട്, പച്ച ചീത്ത വിളിക്കുന്ന കമന്റ്സ് ഉണ്ട്. അതൊന്നും താങ്കൾ ഇപ്പൊ ഡിലീറ്റ് ചെയ്തും ഞാൻ കാണുന്നില്ല, അതൊക്കെ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. എങ്ങനെയാണ് പൊതുവെ ഇതിനെ താങ്കൾ എങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്യുന്നത്? ഞാൻ കമന്റ് ബോക്സ് നോക്കാറില്ല, അതാണ് ഏറ്റവും വലിയ ഡീലിങ്. ഞാൻ എൻ്റെ ഒരു കമന്റ് ബോക്സിൽ ഒരാൾ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ കമന്റ് സ്റ്റിൽ എൻ്റെ അക്കൗണ്ട് പോകുന്ന വരെ ആ കമന്റ് ബോക്സിൽ ഉണ്ടാവും എന്നുള്ളതാണ് സത്യം. കാരണം ഞാൻ ഡിലീറ്റ് ചെയ്യാറില്ല കമന്റ് ബോക്സ്. ഞാൻ അല്ലെങ്കിൽ നിന്നോട് കുറെ ആൾക്കാർ പറയാറുണ്ട്, എൻ്റെ ഫ്രണ്ട്സൊക്കെ ജാസ്തി നിന്റെ കമന്റ് ബോക്സ് നിനക്ക് അങ്ങ് ഫ്രണ്ട്സ് ഓൺലി ആക്കിക്കൂടെ, അല്ലെങ്കിൽ കമന്റ് നിനക്ക് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞൂടെ, എന്തിനാ അതിൻ്റെ ആവശ്യമുള്ളത്? ഈ കമന്റ് ഇടുന്ന മാന്യന്മാരെ യഥാർത്ഥ മുഖം എന്താണെന്ന് അവർ വീട്ടുകാരെ കൂടി കാണട്ടെ. ഷുഹൈബിന്റെയും മൻസൂറിന്റെ റഫീഖിനൊക്കെ മുഖം എല്ലാം ഞാൻ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഇവരൊക്കെ മുഖം എന്താന്നുള്ളതും, അല്ലെങ്കിൽ അശ്വതിയുടെയും കാർത്തികയുടെ ഒക്കെ ഒറിജിനൽ ഫേസ് എന്താന്നുള്ളതൊക്കെ ജനങ്ങൾ അറിയട്ടെ. ഇവരൊക്കെ ഫാമിലീസ് എന്റെ കമന്റ് ബോക്സ് കാണുന്നില്ലേ? എന്റെ കമന്റ് ബോക്സ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്റെ വീഡിയോ കാണുന്നതിനും കൂടുതൽ കമന്റ് ബോക്സ് വായിക്കുന്നത്. അതെന്റെ വലിയൊരു പ്ലസ് പോയിന്റ് എന്താണെന്നറിയോ? ഈ കമന്റ് ബോക്സ് വായിക്കുന്ന കുറേ ആൾക്കാർ ലൈക്ക് ഇവരെ കുടുംബത്തിലെ ചിലപ്പോൾ അളിയനോ ചേച്ചിയുടെ ഭർത്താവോ അല്ലെങ്കിൽ അച്ഛനോ ഒക്കെ ഉണ്ടാവും ഈ കമന്റ് ബോക്സിൽ. അയ്യോ എൻ്റെ അച്ഛനാണ് ഈ കമന്റ് ഇട്ടിരിക്കുന്നത്, അയ്യോ എൻ്റെ ചേച്ചിയുടെ ഭർത്താവാണ് കമന്റ് ഇട്ടിരിക്കുന്നത്. അപ്പൊ അവരെ അറിയട്ടെ, ഇവരൊക്കെ ഉള്ളിൽ ഒരു മൃഗം ഉണ്ട് എന്നുള്ളത് അറിയട്ടെ. ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ അത് അറിയത്തില്ലല്ലോ. ഇപ്പൊ എന്നോട് ഈ സംസാരിക്കുന്ന ജാസിയാണോ ശരിക്കും ജാസി? ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നുണ്ട് അല്ലേ? ഇല്ല, ഞാൻ പൊതുവെ ഞാൻ പണ്ട് ഭയങ്കര പാവായിരുന്നു. എന്റെ പല ഫ്രണ്ട്സുകളും പറയായിരുന്നു, നിന്നെ നമ്മൾ ഇങ്ങനെ ഒരു വെള്ള ഇതൊക്കെ ചുറ്റി നിന്നെ നമുക്കൊരു രൂപക്കുട്ടിയിൽ കയറ്റി വെക്കാം, നമുക്ക് എന്നിട്ട് ജാസിനെ നമുക്ക് വായിട്ടായിരുന്നു. അപ്പൊ എന്നെ കളിയാക്കി പറയുന്നതാണ് സത്യം. കാരണം ഞാൻ അങ്ങനെയായിരുന്നു. ഞാൻ പണ്ട് ഒരു അടി കിട്ടിയ ഞാൻ തിരിച്ച് വീണ്ടും ഒരു അടി കാരണം കാണിച്ചു കൊടുക്കും. അല്ലെങ്കിൽ പണ്ട് എന്തെങ്കിലും ആൾക്കാർ പറഞ്ഞാൽ പിന്നെ അവരെ ആ സമയത്ത് മിണ്ടത്തില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് അത് ഇവർ പറഞ്ഞത് ഒരു ഓർമ്മയേ ഉണ്ടാവില്ല. ഞാൻ വീണ്ടും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് അവരോട് സംസാരിക്കും, അവരെ ഇടപെടും. അപ്പൊ എന്റെ ഫ്രണ്ട്സ് പറയാറുണ്ട്, ജാസ് നീ കുറച്ച് സ്ട്രോങ് ആവണം, അല്ലെങ്കിൽ നീ ആരും ചെലവിനല്ല ജീവിക്കുന്നത്, നീ അധ്വാനിച്ച് നിന്റെ ഇതുകൊണ്ട് നീയാണ് ജീവിക്കുന്നത്, നിനക്ക് ഒരാളും കൊണ്ടു തരുന്നില്ല. അപ്പൊ നീ എന്തിനാണ് ഒരാളെ പേടിച്ച് നിൽക്കേണ്ട ആവശ്യം എന്താ ഉള്ളത്? നിനക്ക് നിന്റെ പാർട്ട്ണറിന് കാര്യങ്ങൾ നോക്കിയാൽ മതി, നീ വേറൊരാളെ പേടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. എന്റെ ഫ്രണ്ട്സ് ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ബോൾഡായി പോയത്. ഇപ്പൊ ഞാൻ അത്യാവശ്യം സ്ട്രോങ് ആണ്. ഇപ്പൊ ആരടാ എന്ന് ചോദിച്ചാൽ ഞാൻ ഡി എന്ന് പറയാൻ എനിക്ക് ധൈര്യമുണ്ട്. കാരണം ആ ഒരു ധൈര്യം വേണം, അത് എല്ലാവർക്കും വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു വില ഉണ്ടാവത്തില്ല. ലൈക്ക് നമ്മൾ കുറച്ചൊക്കെ സ്ട്രോങ് ആയി നിന്നാലാണ് നമ്മളെ കാര്യങ്ങളിൽ ആൾക്കാർക്ക്. പിന്നെ എന്നോട് പലരും ചോദിക്കാറുണ്ട്, അങ്ങനെ നീ എന്താണ് ഈ നിന്നെ കുറിച്ച് പറയുന്ന ആൾക്കാർക്ക് നീ മറുപടി കൊടുക്കാത്തത്? എന്തിന് ഞാൻ മറുപടി കൊടുക്കണം? എന്നെ ട്രോളുന്ന ആൾക്കാർക്ക് ഞാൻ മറുപടി കൊടുത്ത് അവരെ റീച്ച് ആക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഇപ്പൊ റീസെന്റ് നമ്മൾ കൊറ്റക്കുളങ്ങര ക്ഷേത്രം അല്ലെ, ഓക്കെ, സോ ആ ക്ഷേത്രത്തില് വിളക്കെടുക്കാൻ സാധാരണ ജാസി വരാറുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു പുരുഷന്മാര് പൂർണ്ണമായിട്ട് പുരുഷന്മാരായിട്ടുള്ളവര് അവര് ട്രാൻസ്ഫോം ചെയ്ത്, അതായത് വസ്ത്രം സ്ത്രീകളെ പോലെ ധരിച്ച് വിളക്കെടുക്കുക, ഇതാണ് ആചാരം. ഇപ്രാവശ്യം ജാസി അവിടെ തൊഴാൻ പോലും വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ വർഷം വിളക്കെടുക്കാൻ പോയതില്ല, കഴിഞ്ഞ വർഷം ഞാൻ ട്രീറ്റ്മെന്റിലായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു പേഴ്സണൽ ഒരു ഒപ്പീനിയൻ പറയാണ്. ഇപ്പോ ഒരു ആണ് പക്ഷെ എൻ്റെ ഉള്ളിലെല്ലാം ഒരു സ്ത്രീ. ഞാൻ എൻ്റെ കാര്യത്തിന് എടുത്തോ, ഞാൻ പണ്ട് ഒരു ആൺകുട്ടിയായിരുന്നല്ലോ, പക്ഷെ എൻ്റെ ഉള്ളിനുള്ളിൽ ഞാൻ സ്ത്രീ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനത്തെവരൊന്നും വിളക്കെടുക്കരുത്. അത് എൻ്റെ ഒപ്പീനിയൻ ആയിട്ട് ഞാൻ പറയുന്നത്. അവിടെ പുരുഷന്മാരാണ്, അവിടുത്തെ ഐതിഹ്യം എന്ന് പറയുന്നത് പുരുഷന്മാരാണ് വിളക്കെടുക്കേണ്ടത്. ഒറിജിനൽ പുരുഷന്മാര് പെൺവേഷം കെട്ടിയിട്ട് വിളക്കെടുക്കണം. അതിൽ ട്രാൻസ് വിളക്കെടുക്കാൻ പാടില്ല, ട്രാൻസ് ആയ വ്യക്തികൾ എടുക്കാൻ പാടില്ല, എന്തിനും സർജറി ചെയ്ത ആൾക്കാർ എടുക്കാൻ പാടില്ല, ഫുൾ സർജറി ചെയ്ത ആൾക്കാർ എടുക്കാൻ പാടില്ല, ഹോർമോൺ ടാബ്ലറ്റ് കഴിക്കുന്ന ആൾക്കാർ. കാരണം സ്ത്രീ ആവാൻ വേണ്ടി മെഡിസിൻ കഴിക്കുന്ന ആൾക്കാരടക്കം എടുക്കരുതെന്നാണ് എൻ്റെ ഒപ്പീനിയൻ. പുരുഷന്മാരെടുക്കട്ടെ. പക്ഷേ എന്ന് വെച്ച് ഒരു ക്ഷേത്രത്തിൽ നമുക്ക് പോയി തൊഴാനും ഒരു ക്ഷേത്രത്തിൽ നമ്മൾ പോയിട്ട് ദൈവത്തിനെ കാണാനും ഒക്കെ എല്ലാവർക്കും ഇത് ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു പൊതുസ്വത്താണ്, ആരുടെയും കുടുംബ സ്വത്തല്ല. നമുക്ക് അവിടെ പോവാം, തൊഴാം. കാരണം അവിടെ പോയിട്ട് വിളക്കെടുക്കാണ്ട് അവിടെ പോയിട്ട് വഴിപാട് ചെയ്യുന്ന ഒരുപാട് ട്രാൻസ് വുമൻസ് തന്നെ എനിക്കറിയാം. ഈവൻ ഇപ്പോൾ ജാൻമണി, ദീപ്തി ചേച്ചി, ഇവരൊക്കെ
ഇവർ വഴിപാട് ചെയ്യാൻ വേണ്ടി പോയതാണ്, വിളക്ക് കൊടുക്കാൻ വേണ്ടി പോയതാണ്. അമ്മ കാരണം ഉള്ളിൽ ഒരു കാര്യം ആഗ്രഹിച്ചിട്ട് നടന്നു കഴിഞ്ഞാൽ വിളക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരുണ്ട്, അവരൊക്കെ പോയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ഇവരൊന്നും തടയാനോ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് മാറിപ്പോ എന്ന് പറയാൻ അവിടുത്തെ ക്ഷേത്ര കമ്മിറ്റിക്കാർക്കൊന്നും ഒരു അർഹതയില്ല, ഒരു അവകാശമില്ല. ക്ഷേത്രം പൊതുസ്വത്തല്ലേ. ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു ഉത്സവം നടക്കുന്നു, നമ്മൾ കയറി അല്ലെങ്കിൽ പിന്നെ അവിടെ ഗുരുവായൂർ പോലെ അഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ല, അല്ലെങ്കിൽ ക്യാമറ ആൾക്കാർക്ക് പ്രവേശനം ഇല്ല എഴുതി വെക്കണം. ഈ ക്യാമറക്കാർക്കും പാസ് കൊടുത്ത് ഉള്ളിൽ കയറ്റുന്നത് ഈ ക്ഷേത്ര കമ്മിറ്റിക്കാരാണ്. ഈ വരുന്ന ആൾക്കാരൊന്നും പാസ് വാങ്ങിച്ച് ക്ഷേത്രത്തിൽ കയറ്റുന്നത് ക്ഷേത്ര കമ്മിറ്റിക്കാരാണ്. പിന്നെ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്? ലാസ്റ്റ് ഒരു കുട്ടിയുടെ ട്രാൻസ് വുമൺ പ്രതികരിച്ചല്ലോ, അത് വളരെ നല്ല കാര്യം, നന്നായി. കാരണം വീണ്ടും പ്രതികരിക്കാണ്ട് നമ്മൾ കഴിഞ്ഞ വർഷം മുമ്പത്തെ വർഷം എനിക്ക് പറ്റിയത് അതാണ്, ഞാൻ പ്രതികരിച്ചില്ല. ഞാൻ പറഞ്ഞു ഞാൻ അവർക്ക് വിളക്കെടുക്കാൻ പറ്റത്തില്ല, ഞാൻ ഒരു പെൺകുട്ടി ആവാൻ വേണ്ടി പോകുന്ന വ്യക്തി, എനിക്ക് വിളക്കെടുക്കാൻ പറ്റത്തില്ല, ഞാൻ സ്ത്രീയാണ് പറയുന്നുണ്ട് അവരോട്. പക്ഷെ അവർ കേൾക്കുന്നേ ഇല്ല. പിന്നെ ഭയങ്കര ഒരു പട്ടിയെ ആട്ടി ഓടിക്കുന്ന പോലെയാണ് അവർ ആട്ടി ഓടിക്കുന്നത്. പ്രതികരിക്കണം. അത് ഇപ്രാവശ്യം പ്രതികരിച്ചത് വളരെ നന്നായി. അടുത്ത പ്രാവശ്യം കൂടി അത് കമ്മിറ്റിക്കാർക്ക് ബോധം ഉണ്ടാവത്തുള്ളൂ. കാരണം ഞാൻ ഇപ്രാവശ്യം എനിക്ക് ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഞാൻ പോയാനെ. എനിക്ക് 24 ഒരു സുഹൃത്തോടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസി പ്രാവശ്യം വന്നില്ല, പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, കാരണം എനിക്ക് പോണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ഫൈനൽ ഡേ വരെ ഞാൻ പോണം ചോദിച്ചത്. പക്ഷേ എനിക്ക് ഷൂട്ട് മാറ്റി വെക്കാൻ പറ്റുന്നതും ക്യാമറ എല്ലാവരും സെറ്റ് ആയതുകൊണ്ടാണ് എനിക്ക് പോകാൻ പറ്റുന്നത്. അപ്പൊ ഞാൻ ഓൾറെഡി എനിക്ക് നേർച്ചയുണ്ട്, അത് അടുത്ത പ്രാവശ്യം എനിക്ക് ഓഫ്കോഴ്സ് പോയിട്ട് എനിക്ക് ആ നേർച്ച കൊടുക്കണം. അപ്പൊ എനിക്ക് പോവേണ്ടി വരും. പക്ഷെ എനിക്ക് വിളക്ക് കൊടുക്കാൻ വേണ്ടി പോകണം, അതിനവിടെ പാസ് എടുത്ത് കയറേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ വഴിപാട് കൊടുക്കണമെങ്കിൽ വേണമെങ്കിൽ പാസ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ വിളക്കെടുത്ത് നിൽക്കുകയാണെങ്കിൽ പാസ് എടുക്കാം. എനിക്ക് വിളക്കെടുക്കാൻ പേഴ്സണലി ഞാൻ മാറിയതുകൊണ്ട് എനിക്ക് വിളക്കെടുക്കാൻ ഒരു താല്പര്യമില്ല. അതിന് മുമ്പേ എനിക്ക് വിളക്കെടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ആ കഴിഞ്ഞ വർഷം ഞാൻ വിളക്കെടുക്കാണ്ട് കയറിയപ്പോൾ പ്രശ്നമായത്. അത് അവിടെ ആണുങ്ങൾ എടുക്കട്ടെ വിളക്ക്, അത് ഒരു അമ്പലത്തിന്റെ ഒരു ആചാരമില്ല, ആചാരത്തിൽ നമ്മൾ വ്രണപ്പെടുത്തുന്ന ആവശ്യമില്ലല്ലോ. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷന്റെ കാലമാണല്ലോ. ഇപ്പൊ പലരും ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ രേണുസുതി താങ്കളുടെ സുഹൃത്താണോ രേണുസുതി? തീർച്ചയായിട്ടും എന്റെ സുഹൃത്താണ്. ഇപ്പൊ റീസെന്റ് ഞാൻ കണ്ടു ഒരു റീലില് നിങ്ങള് കൈകൊട്ടിപ്പാട്ടൊക്കെ പാടി ഒരുമിച്ച് നിൽക്കുന്നത്. ഞങ്ങളൊരു ആൽബം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, തെൻസർഖാന്റെ ഒരു പുതിയ ആൽബം ഒരുമിച്ച് ചെയ്തിട്ട് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഷൂട്ട് ഒരുമിച്ചില്ലായിരുന്നു, പക്ഷെ ആൽബത്തിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചാണ് കാണിക്കുന്നത്. കാണുന്നുണ്ടോ ഇപ്പൊ രേണുസുതിയെ പറ്റി വരുന്ന വാർത്തകളും? ഞാൻ വരുന്ന സമയം കൂടി മുമ്പ് ചേച്ചിനൊരു വീഡിയോ കോളിൽ സംസാരിച്ചത്, ആൾ ദുബായിലാണ്, അപ്പോൾ സംസാരിച്ചതാണ്. അപ്പോൾ ചേച്ചിയുടെ വിഷയങ്ങളും എല്ലാം ഞാൻ ആലോചിക്കുക, എത്ര വർഷമായി രേണുസുതി എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഇങ്ങനെ ഒരാളിട്ട് ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം പേഴ്സണലി എനിക്ക് രേണുചേച്ചിനെ അറിയാം. രേണുചേച്ചി ഫേമസ് ആവുന്നതിന് മുമ്പേ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. ഞാൻ ദുബായിൽ പെർഫ്യൂം ഷോപ്പിലുള്ള സമയത്ത് മുതൽ രേണുചേച്ചിനെ കോൺടാക്ട് ഉണ്ട് ഞങ്ങൾ. അപ്പോൾ അന്ന് മുതൽ ചേച്ചിനെ അറിയാം. അപ്പോൾ ഇപ്പൊ ഇറങ്ങിയ വിവാദമൊക്കെ വെറും എന്താ പറയാ നൊണ എന്നുള്ള സംഭവമാണ്. കാരണം രേണു ചേച്ചി കിച്ചുമോനെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എനിക്ക് അറിയാം. അത് മാത്രമല്ല എന്താ രേണു ചേച്ചി പറഞ്ഞത് ഒരു സ്വന്തം അമ്മയൊന്നുമല്ല, ഒന്നാനമ്മയല്ല, രണ്ടാനമ്മയല്ല, മൂന്നാനമ്മയാണ് രേണു ചേച്ചി. പക്ഷെ ആ ചേച്ചി മോനെ നോക്കുന്നത് എങ്ങനെയാന്നുള്ളത് കണ്ട വ്യക്തിയാണ് ഞാൻ. അത് മാത്രമല്ല ഞാൻ എൻ്റെ ഫ്രണ്ടാണ് കരിഷ്മ, രേണുചേച്ചിന്റെ ഇപ്പോഴത്തെ മാനേജർ. ഞങ്ങൾ നല്ല സുഹൃത്ത്. അപ്പോൾ എനിക്ക് കരിഷ്മയുടെ വീട്ടിൽ ഞങ്ങൾ 2-3 ദിവസങ്ങളൊക്കെ ഒരുമിച്ച് ഉണ്ടാവാറുണ്ട്. ആ സമയത്തൊക്കെ കിച്ചു വിളിക്കാറുണ്ട്, ഞങ്ങൾ സംസാരിക്കാറുണ്ട്. കിച്ചുവിന് ക്യാഷ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അത് ഈ ആൾക്കാർ കാണിക്കുന്ന പോലെ 200, 300, 400 ഒന്നുമല്ല. അതിൻ്റെ അപ്പുറത്തേക്കുള്ള എമൗണ്ടുകൾ, അത്യാവശ്യം നല്ല എമൗണ്ടുകൾ കിച്ചുവിന് ഇട്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ചോദിക്കാറുണ്ട് രേണു ചേച്ചിയോട്, ചേച്ചി ഈ ചോദിക്കുമ്പോൾ ക്യാഷ് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഇത് എന്തിനാണ് അവർ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഇവർ ഈ ക്യാഷ് ചിലവാക്കുന്നതും കൂടി ചേച്ചി ചോദിക്കണം. കുട്ടികൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ ക്യാഷ് ഇട്ട് കൊടുക്കരുത്, അവരത് പല രീതിയിലും ഇതാക്കും, അപ്പോൾ അത് ഡേഞ്ചറാണ്, ചേച്ചി ആലോചിക്കണമെന്ന് പറയുമ്പോൾ ഇല്ല, ആ കിച്ചു അങ്ങനെയൊന്നും പോകത്തില്ല. സ്റ്റിൽ ഈ പ്രശ്നം നടന്ന സമയത്തും ചേച്ചി ഇപ്പോഴും കിച്ചുവിനെ കുറ്റം പറയുന്നേ ഇല്ല. കിച്ചുവിനെ ഫോഴ്സ്ഫുള്ളി ക്യാഷ് കൊടുത്ത് ആരെങ്കിലും ചെയ്യിപ്പിച്ചായിരിക്കും എന്നാണ് ഇപ്പോഴും പറയുന്നത് ചേച്ചി. വിളിച്ചിരുന്നു അതിനുശേഷം സംസാരിച്ചു? ഭയങ്കര സങ്കടമായിരുന്നു, കരഞ്ഞിട്ടൊക്കെ ആയിരുന്നു സംസാരിച്ചു. ഞാൻ ചേച്ചി ഹാപ്പി ആയിട്ട് ഇരിക്കുക, എന്തിനാ കരയുന്നത്? വേറെ ആൾക്കാർ പറഞ്ഞ ചേച്ചിക്ക് കിച്ചു പറഞ്ഞതിനെക്കാട്ടി കൂടുതൽ സങ്കടം ചേച്ചിക്ക് പുറത്തുള്ള മീഡിയാസുകൾ അല്ലെങ്കിൽ ഈ ഓൺലൈൻ ചാനൽക്കാർ, അതേപോലെ ഈ യൂട്യൂബേഴ്സ് ഒക്കെ കേട്ടിട്ട് ചേച്ചിനെ ഇങ്ങനെ കുറേ പറയുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു എല്ലാവരും കൂടി പറഞ്ഞ് അവസാനം ആ ചേച്ചിനെ കൊല്ലും, ജനസിനെ കൊല്ലും. സത്യം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. വേറൊരു സ്ത്രീയൊക്കെ ഉണ്ട്, ഇവർക്കൊക്കെ എന്താണ് കേട്? നീ ഇറങ്ങി പോടി, ആ വീട് അവർക്ക് കൊടുക്കടി. ഇവരെ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. ആക്ച്വലി ഇത് എന്റെ ഇന്റർവ്യൂ ആണ്, രേണുവിന്റെ ഇന്റർവ്യൂ. വൈ പറ്റി പോയി. നിങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് ഞാൻ ചോദിച്ചത്. ഇപ്പൊ വരുന്നതിന് മുന്നേ ഞാൻ നോക്കിയപ്പോഴത്തേന് ആദ്യം കണ്ടത് താങ്കൾ രേണുസുതിയും കൂടെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതായിരുന്നു. അതുകൊണ്ട് എനിക്ക് ചോദിക്കണം ചോദിച്ചത്. നല്ല ഫ്രണ്ട്സാണ് ഞങ്ങൾ. ആള് ഭയങ്കര പാവ. രേണുസുതി നിങ്ങൾ ഈ മീഡിയസിൽ കാണുന്ന പോലത്തെ ആള് ഭയങ്കര
പാവാണ്. എല്ലാവർക്കും ഒരു ലാസ്റ്റ് ഒരു മൊമെന്റ് ഉണ്ട്. ഈ കുറേ നമ്മളൊരാളിങ്ങനെ ക്രൂശിച്ച് അവസാനം ഇവർ മെന്റലി ഇത് സഹിക്കാൻ വേണ്ടി ഇവർ സൂയിസൈഡ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ഡേണിച്ചിനെ തള്ളി വിടുന്നത് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു പണ്ട്, അനന്യ എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ കമ്മ്യൂണിറ്റി പെട്ടൊരു ഒരു കുട്ടിയാണ് അനന്യ അലക്സ്. എൻ്റെ നല്ല ഫ്രണ്ടായിരുന്നു, ലൈക്ക് സിസ്റ്റർ പോലെ. അവൾ സൂയിസൈഡ് ചെയ്തിട്ടാണ് മരിച്ചത്. അവൾ സൂയിസൈഡ് ചെയ്യുന്ന എൻ്റെ ലൈഫിൽ ഞാൻ വിചാരിച്ചില്ല. അത്രയും സ്ട്രോങ് ആൻഡ് ബോൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. സ്റ്റിൽ ഇപ്പോൾ അനന്യ ജീവിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു MLA ഒരു സ്ഥാനാർത്ഥിയോ ആയിട്ട് സ്റ്റിൽ അവൾ ഉണ്ടായേനെ. പക്ഷെ അവൾ ആത്മഹത്യ ചെയ്തു. അത് എനിക്ക് ഭയങ്കര വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു. അതാ പറഞ്ഞത്, അത്രയും സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തി പോലും ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ വരുന്ന ഒരു കാര്യമാണത്. അതിന്റെ ഒരു 10ൽ 1 അംശം പോലും സ്ട്രോങ് അല്ല രേണു ചേച്ചി. അപ്പോൾ ഒന്ന് മെന്റലി നമുക്ക് ചിന്തിച്ചാൽ പോലെ. ഞാനൊക്കെ എത്രയോ വട്ടം സൂയിസൈഡിന് വേണ്ടി ചിന്തിച്ച വ്യക്തിയാണ്. കാരണം എന്നെ മെന്റലി എൻ്റെ വീട്ടുകാരൻ ഭയങ്കരമായിട്ട് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. ഇത് കേട്ട് ഇത് വീട്ടിൽ നിന്നും ഈ പറയുന്ന ആൾക്കാരെ വീഡിയോസ് എടുത്ത് കുടുംബക്കാരും നാട്ടുകാരും പറഞ്ഞ് നമ്മൾ മെന്റലി നമ്മളങ്ങ് ഭയങ്കര നമുക്കങ്ങ് ഒരു രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ രാത്രി വരെ ഇതാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മെന്റലി നമുക്കിതങ്ങ് ഞാൻ അവസാനിച്ച ഇതെല്ലാം തീരുമല്ലോ ഒരു ചിന്ത വരാനുണ്ട് നമുക്ക്. എനിക്ക് അങ്ങനെ ചിന്ത വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ സ്ട്രോങ് ആയി കുറച്ചും കൂടെ എൻ്റെ മൈൻഡിനെ കൺട്രോൾ ചെയ്തുകൊണ്ടാണ് ഞാൻ സ്റ്റിൽ ഇപ്പോൾ ഈ ഒരു ഹോട്ട് സീറ്റിൽ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല. സംഭവിക്കാതിരിക്കട്ടെ. അതെ. അപ്പോ ഇതിന് താഴത്തെ കമന്റ് അത് സംഭവിച്ചാൽ മതിയായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഒരുപാട് ദേഷ്യം വരുന്ന ഒരാളാണോ ഞാനോ? ജാസി? ഞാൻ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണെന്ന് വെച്ചാണ്. പക്ഷെ ഭയങ്കര കൂളായിട്ട് പിന്നെ അത് മാറും. പിന്നീട് എനിക്ക് പറയുമ്പോൾ പറഞ്ഞങ്ങ് പോകുന്നതേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് പിന്നെ ഞാൻ അതിനെക്കുറിച്ച് കെയർ ചെയ്യാനോ അല്ലെങ്കിൽ പിന്നെ പോയിട്ട് ചൊറിയാനോ നിൽക്കത്തില്ല. പിന്നീട് അത് അവിടെ തീർന്നു, ആ പ്രശ്നം അവിടെ തീർന്നു. അത് അവിടെ തന്നെ തീർത്ത് പോരാനാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം. അത് പിന്നീട് ഉള്ളിൽ വെച്ച് ഇങ്ങനെ കനലാക്കി ഊതി തീയാക്കാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അത് അവിടെ വെച്ച് തീർത്ത് അത് കഴിഞ്ഞ് പിന്നീട് അയാളെ കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കും, ഞാൻ മിണ്ടും. എനിക്കത് പ്രശ്നമുള്ള കാര്യമല്ല. നമ്മുടെ ധന്യ അല്ലെങ്കിൽ ഹെൽനോസ് പാർട്ടിയായിട്ടുള്ള പ്രശ്നം എന്തായിരുന്നു? ധന്യനേറ്റോ? സ്റ്റിൽ എനിക്ക് ധന്യനായിട്ട് ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. ഞാൻ നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ നമ്മള് ലൈക്ക് ആസ് വ്യൂവേഴ്സ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും കാണുന്നതെന്ന് പറയുന്നത് എന്തോ താങ്കളുടെ സർജറിനെ പറ്റിയിട്ടുള്ള എന്തൊക്കെയോ കുറെ കൺഫ്യൂഷൻസ്. ആൾക്കാർ പറയുന്നു സർജറി നടന്നു പറയുന്നു, ചിലർ പറയുന്നു ഇപ്പോഴും പൂർണ്ണമായും പുരുഷനാണെന്ന് പറയുന്നു, ചിലർ പറയുന്നു ഇല്ല പകുതി സർജറി ചെയ്തിട്ടുള്ളൂ, ഇനിയും സർജറീസ് ബാക്കിയുണ്ട്, വേഷം കെട്ടി മാത്രം നടക്കുന്ന ഒരാളാണ് ജാസി എന്നും പറയുന്നുണ്ട്. അപ്പൊ ഇതുപോലുള്ള കൺഫ്യൂഷൻ ചോദിക്കുന്ന ആൾക്കാരോട് ഒറ്റ കാര്യം എനിക്ക് ചോദിക്കാനുള്ളൂ. എന്റെ ശരീരമാണ് ഇത്. നിങ്ങൾ പറയുന്ന പോലെ ഈ വെള്ളപ്പാങ്ങാടിയിൽ എന്താണ് അപ്പണ്ടാകണോ ടെൻഡി എന്നുള്ള പരിപാടിയല്ല ഇത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഈ സർജറി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പെയിൻഫുൾ സർജറിയാണ്, അത്യാവശ്യം നല്ല ഇതുണ്ടാവും. അപ്പോൾ ഒരു സർജറിനെ നമുക്ക് അതിന്റെ പെയിൻ ആ ഒരു മെഡിസിന്റെ ആ ഇത് കഴിഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റത്തില്ല. നമുക്ക് ഒരു ആൾ നമ്മളെ കൂടെ എല്ലാ കാര്യത്തിനും വേണം. ഈവൻ ബാത്റൂമിൽ പോകുമ്പോൾ നമ്മളെ കുളിപ്പിക്കാൻ, നമ്മളെ പിടിക്കാൻ, എണീപ്പിക്കാൻ, നമുക്ക് ഫുഡ് തന്നെ, എല്ലാത്തിനും ഒരാളുണ്ടാവണം. ഇല്ല നിങ്ങൾ എന്താ ഈ വിചാരിച്ചിരിക്കുന്നത്? ഈ എല്ലാ ഫുൾ സർജറി കഴിഞ്ഞ് ഞാൻ അങ്ങനെ എടുക്കാന്നാണോ നിങ്ങൾ വിചാരിച്ചത്? എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഒരു സർജറി ചെയ്ത് നമുക്കത് സഹിക്കാൻ പറ്റുന്നതിന്റെ ഒരു വേദനയാണ്. ആൾക്കാർ പറയുന്നത് ജാസ്തി സർജറി കഴിഞ്ഞിട്ട് ഇത്ര ദിവസം കൊണ്ട് ജാസ്തി റിക്കവർ ആയോ? അത് എന്റെ ലെക്ക് ഞാൻ റിക്കവർ ആയത്. ചിലർക്ക് ഇൻഫെക്ഷൻ വരുന്നു, ചിലർക്ക് വീണ്ടും റീസർജറി ചെയ്യുന്നു, ചിലർക്ക് സ്റ്റിച്ചിന് അവിടെ ഉണങ്ങാനായിട്ട് വീണ്ടും സ്റ്റിച്ച് കീറി വീണ്ടും അത് തുന്നിക്കൂട്ടുന്നു. അത് എൻ്റെ ലെക്കാണ് എനിക്ക് കിട്ടിയത്. എൻ്റെ സർജറി 100% ഓക്കെ ആയിരുന്നു. എൻ്റെ സ്റ്റിച്ച് ചെയ്ത ഭാഗങ്ങളൊക്കെ ഞാൻ അത്രയും പ്രോപ്പറായിട്ട് ഫുഡും കാര്യങ്ങളും കൺട്രോൾ ചെയ്തുകൊണ്ടാണ് എനിക്ക് പെട്ടെന്നൊരു റിക്കവറി വന്നത്. അതുകൊണ്ടാണ് ഞാൻ നടാഷ്ട്ര കല്യാണം ഡാൻസ് മത്സരമൊക്കെ ഭയങ്കര വിവാദമായിരുന്നു. കാരണം സർജറി ചെയ്ത ആളെ ഇങ്ങനെ ഡാൻസ് അത് എന്റെ ഒരു എഫേർട്ടാണ്. അത് എന്നെ നോക്കി എൻ്റെ ഫ്രണ്ട്സുകൾക്ക് അറിയാം. എൻ്റെ കൂടെ ആ സർജറി സമയത്ത് എന്നെ നോക്കിയ ആൾക്കാർക്ക് അറിയാം. കാരണം ഞാൻ അത്രയും ഒരു ഓയിലി ഫുഡ് കഴിച്ചിട്ടില്ല. ഞാൻ ഫുൾ ഡേ, എനിക്ക് ഇഷ്ടമില്ലാത്ത ഫുഡായിരുന്നു കഞ്ഞി ഫുൾ ഡേ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഞ്ഞിയും വെറും അച്ചാറ് മാത്രം. കഞ്ഞി അച്ചാറ് ഇത് രാവിലെ ഒരു ബ്രെഡും ഒരു റസ്കും ഒരു ചായയാണെന്നുണ്ടെങ്കിൽ അത് മധുരമില്ലാത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്ക് കഞ്ഞി, രാത്രിയും കഞ്ഞി. ഇതാണ് ഒരു മാസം എൻ്റെ റൊട്ടീന്. എനിക്ക് കഞ്ഞി കഴിച്ച് പിന്നെ അതിനുശേഷം നമുക്ക് ഈ സർജറിന്റെ മുമ്പ് പോകുമ്പോൾ നമുക്ക് ഓൾറെഡി ഈ അനസ്തേഷ്യ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ബാത്റൂമിലൊന്നും പോകാൻ പറ്റത്തില്ല. ഇത്ര മാസത്തേക്ക് നമുക്ക് വയറങ്ങ് ഉറച്ചു പോകും. നമുക്ക് ബാത്റൂമിലും പോകാൻ പറ്റത്തില്ല, ഫുഡും കഴിക്കുന്നുണ്ട്. അത് ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയ ആൾക്കാരെ മനസ്സിലാവുള്ളൂ. അതിന്റെ പെയിന് പകുതി അങ്ങ് അടയുമ്പോൾ തന്നെ ഞാൻ അടുത്ത സർജറി ചെയ്യുന്നതാണോ ഇവർ പറഞ്ഞുകൊണ്ട് വരുന്നത്? അല്ലെങ്കിൽ 2 സർജറി ഒരുമിച്ച് അതൊരിക്കലും പോസിബിൾ അല്ല. 2 സർജറി ചെയ്ത് ഡോക്ടേഴ്സ് സമ്മതിക്കൂല അത് ചെയ്യാൻ. കാരണം ഒരാളെ ശരീരത്തിൽ ചെയ്ത് കൂട്ടുന്നത്. അപ്പൊ ഈ ഇമാതിരി ഡിസ്കഷൻസ്
സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന സമയത്താണ് ഈ ഒരു കാര്യവും പൊങ്ങി വരുന്നത്. അതായത് പൊതുവെ ഹെൽനോസ് പാർട്ടി ഞാൻ തമ്മിൽ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. ഉണ്ടായിരുന്നത് ഈ സർജറി വിഷയത്തിലാണ്. അതവിടെ തീർന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നമില്ലാതെ അങ്ങ് പോയി. സ്റ്റിൽ ഇപ്പം ഞാൻ ഹെൽനോസ് പാർട്ടിന്റെ വീഡിയോ കാണുമ്പോൾ ഞാൻ ലൈക്ക് ചെയ്യാറുണ്ട്, അവൾ ഇങ്ങോട്ടും വീഡിയോസ് കാണുമ്പോൾ ലൈക്ക് ചെയ്യാറുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു എന്താണ് ഈ പ്രശ്നങ്ങൾ നടന്ന സമയത്ത് കുറച്ചും കൂടെ ഞാൻ അവൾക്കൊരു ദേഷ്യം വരാൻ കാരണം 1 മില്യൺ ഉള്ള ഒരു കുട്ടിക്ക് ഞാൻ ഇത് തുറന്ന് കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞതായിരിക്കാം. ആ സമയത്ത് ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ, ഒന്നും കോണ്ടാക്ട് ഒന്നുള്ള ആളല്ല, പക്ഷെ സ്റ്റിൽ ഞങ്ങൾ വാട്സപ്പിൽ എടുക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കോണ്ടാക്ട് ഉള്ള വ്യക്തിയായിരുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞത് ലൈക്ക് ഞാൻ ഫ്രണ്ട് ആയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അവളെ പേര് അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു, ഹെൽനോസ് പാട്ടക്ക് അല്ലെങ്കിൽ ഹെലനക്ക് ഞാൻ അങ്ങോട്ട് കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ മതി. ഇത് ഞാൻ അങ്ങനെ പറയാണ്ട് ലൈക്ക് ഇങ്ങനെ 1 മില്യൺ ഉള്ള ഒരു പെൺകുട്ടിക്ക് എന്ന് പറഞ്ഞതായിരിക്കും അവൾക്ക് ഹേർട്ട് ആയിട്ടുണ്ടാവുക. അതുകൊണ്ടായിരിക്കും അവള് അത് ഹെൽനോസ് പാട്ടക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിലാണ് ആ കുട്ടി വന്ന് ലൈവില് പറഞ്ഞത്. അതായത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും പെട്ടെന്ന് എഴുന്നേറ്റ് തുണിപ്പൊക്കി കാണിച്ചു, എനിക്കത് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരുന്നു എന്നുള്ള രീതിക്കാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പുറത്തുനിന്ന് കാണുമ്പോൾ. അല്ല അങ്ങനെയല്ല, ലൈക്ക് എന്താണ് അവള് വേറെ പുറത്ത് തന്നെയായിരുന്നു, അതൊക്കെ സത്യം തന്നെയാണ്. ഞാൻ അങ്ങനെ എല്ലാം ഞാനൊരു തുറന്ന പുസ്തകം, എനിക്ക് അങ്ങനെ വെച്ച് കെട്ടി സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവൾ പുറത്തായിരുന്നു, അവൾ വീഡിയോ കോൾ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല, ഞാനാണ് വീഡിയോ കോൾ ഓൺ ആക്കിയിട്ട് എന്റെ സ്റ്റിച്ച് ചെയ്ത ഭാഗങ്ങൾ കാണിച്ചു കൊടുത്തത്. പൊക്കി കാണിച്ചു കൊടുക്കാൻ മാത്രമൊന്നും ഉണ്ടായിട്ടില്ല. ജസ്റ്റ് ഞാൻ എന്റെ ബട്ടൺസ് ഊരിയിട്ട് ഞാൻ ഓപ്പൺ നൈറ്റ് ആ സമയത്ത് സർജറി കഴിയുമ്പോഴാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഓപ്പൺ നൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. റീസെന്റ് താങ്കളുടെ സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റ്സ് ഒന്നും താങ്കൾ നോക്കാറില്ല എന്നുള്ളത്, അതുകൊണ്ട് തന്നെ ഞാൻ താങ്കളെ കുറിച്ച് കമന്റ്സ് ഓർമ്മിപ്പിക്കാം. ഓക്കെ, അപ്പൊ സോഷ്യൽ മീഡിയയിൽ കമന്റ് ചെയ്യുന്ന ഒരു കമന്റോളി ആണ് ഞാൻ എന്ന് വിചാരിക്കുക. അങ്ങനെ വിചാരിച്ചു അങ്ങനത്തെ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്റെ സ്വഭാവം ഇതാണ്, കാരണം അത് അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഞാൻ പ്രതീക്ഷിച്ചില്ലത്. ഓക്കെ ഫൈൻ, അപ്പൊ നമുക്ക് സെഗ്മെന്റിലോട്ട് പോവാം. ഓക്കെ, അപ്പോ നല്ല തൊഴിൽ വല്ലതും ചെയ്ത് ജീവിച്ചൂടെ? ഇങ്ങനെ ഒരുങ്ങി കെട്ടിയൊക്കെ പുറത്തിറങ്ങി നടക്കുക, അതിലൂടെ കുറച്ച് സമ്പാദിക്കുക, നിങ്ങൾക്ക് നാണം തോന്നുന്നില്ല? ശരിക്കും ഇല്ല, നാണം തോന്നുന്നില്ല. ഞാൻ എന്റെ ചെലവിലാണ് ഒരുങ്ങി കെട്ടി ജീവിച്ച് ഇതാക്കുന്നത്, പിന്നെ ഞാൻ എന്തിനാ നാണം കെട്ടുന്ന ആവശ്യമുള്ളത്? ഇത് ഇങ്ങനെ കാണാൻ താല്പര്യം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകണം മിസ്റ്റർ, അല്ലെങ്കിൽ നിങ്ങൾ ബ്ലോക്ക് ഓപ്ഷൻ അല്ലേ, ബ്ലോക്ക് ചെയ്ത് പോകണം. നിങ്ങൾക്ക് ഇത് കാണും വേണം, ഇത് പറയും ചെയ്യണം വെച്ചാൽ ബുദ്ധിമുട്ടുള്ള കാര്യം. സോഷ്യൽ മീഡിയയിൽ മൊത്തം താങ്കൾ മാത്രമാണ് നിറഞ്ഞിരിക്കുന്നത്. എത്ര പേജസ് വന്ന് നമ്മൾ ബ്ലോക്ക് ചെയ്താലും അൺഫോളോ ചെയ്താലും താങ്കൾ തന്നെ വീണ്ടും വീണ്ടും വരികയാണ്. നമുക്ക് അങ്ങനെ നിങ്ങൾ സോഷ്യൽ മീഡിയ ഒഴിഞ്ഞു പോകണം. നിങ്ങൾക്ക് ഇതൊന്നും കാണാൻ താല്പര്യം, നിങ്ങൾ വല്ല ഫേസ്ബുക്കിലോ വല്ല അമ്മമാരുള്ള ഫേസ്ബുക്കിലോ വേറെ എവിടെയെങ്കിലും ഓർക്കൂട്ടിലോ ഒക്കെ പോയിരിക്കണം. ഇത് ഇൻസ്റ്റയിലെ വരരുത്. ഈ സ്ത്രീത്വത്തെ ഒരുപാട് ഇഷ്ടപ്പെട്ട് സ്ത്രീത്വത്തിലോട്ട് കടന്ന താങ്കൾ എന്തിനാണ് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ഇടയ്ക്ക് ചെയ്തത്? ഗർഭം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇമിറ്റേറ്റ് ചെയ്തു, അല്ലാന്നുണ്ടെങ്കിൽ അത് ഫേക്ക് ചെയ്ത് ആൾക്കാരെ കബളിപ്പിച്ച് എന്തിനായിരുന്നു? ഞാൻ ഒരാളെയും കബളിപ്പിച്ചിട്ടില്ല. ഈ സ്ത്രീത്വത്തെ ഞാൻ ചോദ്യം ചെയ്തു അല്ലെങ്കിൽ സ്ത്രീത്വത്തെ ഞാൻ ഈ മോശമാക്കി പറയുമ്പോൾ എന്നുള്ളത് ഈ സ്ത്രീകൾ ഒറിജിനൽ സ്ത്രീത്വത്തെ മോശമാക്കുന്നുണ്ട്. അത് ചോദ്യം ചെയ്യുന്ന ആൾക്കാരില്ലല്ലോ ഇവിടെ. അത് എന്തുകൊണ്ട് വരുന്നില്ല? ജാസ്തി ചെയ്യുമ്പോൾ മാത്രമാണോ സ്ത്രീത്വത്തെ ചോദ്യം ചെയ്യുന്നത്? സ്വന്തം മക്കളെ ഒഴിവാക്കി പോകുന്ന അവന്മാരില്ലേ, കൊല്ലുന്ന അവന്മാരില്ലേ, ഇവരൊന്നും സ്ത്രീത്വത്തെ അവമാനിച്ചില്ല. അവരൊക്കെ സ്ത്രീത്വത്തിന്റെ നല്ലോണം വാനോളം വാഴ്ത്തിയ ആൾക്കാരാണല്ലോ അല്ലെ? താങ്കൾ ശരിക്കും ഇപ്പോ സ്ത്രീ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ സ്ത്രീ ആണ് എന്ന് പറയുന്ന ഒരു കണ്ടെത്തലല്ലേ? താങ്കളുടെ സർജറി ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നാണ് പലരും പറയുന്നത്. അതുപോലെയാണ് ഇയാൾ പറയുന്നത്. സൗകര്യമില്ല എനിക്ക് പറയാൻ. കമന്റാണ്. അതെ, എനിക്ക് സൗകര്യമില്ല പറയാൻ. ഞാൻ ഇവർക്ക് തുണി അയച്ച് കാണിച്ചു കൊടുക്കണോ? ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിന്റെ അവസ്ഥയാണ്. അതുപോലെ ഇനി ഈ ചോദിക്കുന്ന എല്ലാവർക്കും അങ്ങനെ കാണിച്ചു കൊടുക്കണം. ഈ കേരളം മുഴുവൻ അങ്ങനെ ഇന്ന് ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ മറ്റു സാധനം തുടങ്ങാം. ഈ രേണുസുതി മറ്റേ ഇവരൊക്കെ തുടങ്ങിയ സംഭവം ഉണ്ടല്ലോ, അത് തുടങ്ങാം ഞാൻ. ഇല്ല, എനിക്ക് ഒട്ടും താല്പര്യമില്ല തുടങ്ങാനായിട്ട്. അതെന്താണ്? നേരത്തെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ തുണി ഒരു കാണിച്ചു കൊടുക്കുന്ന ഭർത്താവ് ഉണ്ട് എന്റെ കൂടെ, ഞാൻ അയാൾക്ക് കാണിച്ചു. ഈ ഇടയ്ക്ക് താങ്കളുടെ ഒരു റീൽസിൽ ഞാൻ കണ്ടതാണ്, താങ്കൾ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നു നിന്നിട്ട് താങ്കൾ പറയുന്നു, ഞാനൊരു ഇസ്ലാം സ്ത്രീയാണ്, മുസ്ലിം സ്ത്രീയാണ്, അതുകൊണ്ട് തന്നെ ഔറത്ത് മറച്ച് ഞാൻ നടക്കാറുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയാണ് എന്റെ ഉദ്ദേശം എന്നുള്ളത്. ശരിക്കും താങ്കൾ ഔറത്ത് മറച്ച് തന്നെയാണ് നടക്കുന്നത്? ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇനി നോമ്പാണ് വരുന്നത്, ഔറത്തൊക്കെ മറച്ച് നടക്കുക മാത്രം. അങ്ങനല്ല, നോമ്പിന്റെ ഇതിൽ ഇതാക്കുക. ഞാൻ നോമ്പ് സമയത്ത് എനിക്ക് ഒരുപാട് ഇനാഗുറേഷൻ വന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് ഫോട്ടോഷൂട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പോയിട്ടില്ലല്ലോ. ഞാൻ 30 ദിവസം, ആ ഒരു 30 ദിവസം ഞാൻ ഇത് അനുഷ്ഠിച്ച എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഞാൻ വേറെ ഒരു പരിപാടിക്ക് പോയി, ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഞാൻ ഒരു പരിപാടിക്ക് പോയത് പോയി ഞാൻ പർദ്ദ യൂസ് ചെയ്താൽ പോയത്, അല്ല അതിന് മുമ്പാണ് തോന്നുന്നു പർദ്ദ യൂസ് ചെയ്താൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ഇത് ട്രാൻസിന്റെ ഒരു ബില്ലിന്റെ നോമ്പിൽ ഞാൻ പർദ്ദ യൂസ് ചെയ്താൽ പോയത്. എനിക്ക് വേറെ സാരി എടുത്തിട്ട് എനിക്ക് കുറച്ച് സെക്സി ആയിട്ടൊക്കെ പോകാൻ പറ്റുമായിരുന്നല്ലോ. പൊതുവെ എനിക്ക് അങ്ങനെ പോകാൻ താല്പര്യമില്ല. പിന്നെ നോമ്പിന് നമ്മൾ മര്യാദ കൊടുക്കണ്ടേ ആ ഒരു മാസമെങ്കിലും. ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ പലർക്കും പല അഭിപ്രായങ്ങളാണ് ജാസിയുടെ സർജറിനെ പറ്റിയിട്ട്. ജാസി സർജറി ചെയ്തു എന്നും ചെയ്തില്ല എന്നും, എത്രേ ചെയ്തുള്ളൂ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ശരിക്കും ഈ ഒരു പ്രോഗ്രാമിലൂടെ, ഈ ഒരു പരിപാടിയിലൂടെ താങ്കൾക്ക് അത് റിവീൽ ചെയ്യാൻ ആഗ്രഹമുണ്ട്? അതായത് എവിടെയാണ് ഇപ്പൊ എത്തി നിൽക്കുന്നത്, അല്ലെങ്കിൽ എത്ര സർജറി ചെയ്തു, ഞാൻ എന്ത് സർജറി ചെയ്തെന്നാണോ? താല്പര്യമില്ല അത് പറയാനായിട്ട്.